ഗൈസ്, നമുക്കിന്ന് പാലക്കാട് വെണ്ടയ്ക്കപ്പുളി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് അതിന് കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണം. ഒപ്പം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഞാൻ 2 ടേബിളിലുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, നോർമൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വെണ്ടയ്ക്ക പുളി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉലുവ ഇട്ട് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ, അതായത് കരിയാനും പാടില്ല, എന്ന മൂക്കും വേണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് കശപ്പ് വരും. അപ്പം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കുക, ഞാനൊരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ തേങ്ങ നമ്മൾ വറുത്തെടുക്കണം. ഇപ്പം നമ്മൾ തീയലിനൊക്കെ വറുക്കില്ലേ, അതുപോലെയൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു സാമ്പാറിൻ്റെ ഒരു രീതിയിൽ വറുത്താൽ മതി കേട്ടോ. സാമ്പാർ നമ്മൾ വറുത്തരച്ച് സാമ്പാർ വയ്ക്കുമ്പോൾ സാമ്പാറിന് നമ്മൾ തേങ്ങ വറുക്കുമല്ലോ, ആ ഒരു രീതിയിൽ വറുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വറുത്ത ശേഷം ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. ആ മല്ലിപ്പൊടി മൂത്ത ശേഷം മാത്രമാണ് നമ്മൾ മുളക് പൊടികൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം മല്ലിപ്പൊടിക്ക് അത്യാവശ്യം നല്ല മൂപ്പുണ്ടല്ലോ, അത്യാവശ്യം ഉണ്ട്. അത് ഒന്നാമത് തേങ്ങയുടെ കൂടി ഇട്ടിട്ടാണ് വഴറ്റണത്, അപ്പോൾ അത്യാവശ്യം മൂപ്പുണ്ട്. നന്നായിട്ട് സ്ലിമ്മിലിട്ടിട്ട് നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം. അതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡറും നോർമൽ മുളക് പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. ഇങ്ങനെ ഈ ഒരു കറി വെക്കുമ്പോൾ സത്യമായിട്ടും പറയാം, നമ്മുടെ ഒരു മീൻ പുളി വെക്കില്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാൻ അതിൽ വാളംപുളി ഇടാറുണ്ട് കേട്ടോ, തക്കാളിയൊന്നും ഇടാറില്ല, വാളംപുളി ഇടാറുണ്ട്. ശരിക്കും മീൻ പുളിയുടെ ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സത്യമായിട്ടും പറയുന്ന കാര്യമാണത്. ഈ ഉലുവ വറുത്തരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ വെക്കാറ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ള, ഓരോ സ്ഥലങ്ങളിലും ഓരോ പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ തന്നെ ഞാനിത് ആറിയിട്ട് ജാറിലിട്ടിട്ട് അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കറിയാലോ എന്തൊക്കെയാണ് ചേർത്തതെന്ന്. ഉലുവയും അതുപോലെ തന്നെ തേങ്ങയും മല്ലിപ്പൊടി മുളക് പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പാനിൽ ഇങ്ങനെയാണ് വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കേണ്ടത്. കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിന് നന്നായിട്ട് നമ്മൾ ഒരു നുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വെണ്ടയ്ക്കയുടെ ഒരു ഇത് വെഴുവെഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ വെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വാളംപുളി കേട്ടോ, സാമ്പാറിനൊക്കെ ഉപയോഗിക്കില്ലേ, ആ പുളി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ വെണ്ടയ്ക്കയും ആ പുളിയും കൂടി ഒന്ന് തിളച്ച്, പുളിക്ക് ഒരു വേവുണ്ട് കേട്ടോ, ഒരു ജസ്റ്റ് ഒന്ന് നമ്മൾ തിളച്ച് വരണം ആ പുളി. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഈ ടൈമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ച് വന്ന ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതായത് തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടി ഉലുവയൊക്കെ ചേർത്ത് നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇത് നന്നായി തിളച്ച് വരട്ടെ. തിളച്ച് വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ആ അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി തയ്യാറ്. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല, വലിയുള്ളിയാണ് വറുത്തിട്ടത്, കടുകും കരിവേപ്പിലയും കേട്ടോ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി റെഡിയായി.